ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ ഭീഷണിപ്പെടുത്തിയിരുന്നത് വിവാഹേതര ബന്ധങ്ങളുടെ വിവരങ്ങൾ ഉപയോഗിച്ചാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. US ജനപ്രതിനിധി സഭയുടെ ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുൻപാകെ നടന്ന അടച്ചിട്ട വാദം കേൾക്കലിലായിരുന്നു ബിൽ ഗേറ്റ്സിന്റെ വെളിപ്പെടുത്തൽ. വിശദമായി നോക്കാം. സ്വാഗതം എൻഡപ്തിലേക്ക്. ജെഫ്രി എപ്സ്റ്റീനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബിൽ ഗേറ്റ്സ്. എപ്സ്റ്റീൻ ഫയൽസിലെ പ്രധാന പേരുകാരിൽ ഒരാളായിരുന്ന ബിൽ ഗേറ്റ്സ് അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് നിർണായക തുറന്നുപറച്ചിൽ നടത്തിയത്. എപ്സ്റ്റീൻ തന്നെ ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ചായിരുന്നു മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകന്റെ ആ തുറന്നുപറച്ചിൽ. തന്റെ വിവാഹേതര ബന്ധങ്ങൾ ഉപയോഗിച്ചായിരുന്നു അത്രേ ആ ഭീഷണിപ്പെടുത്തൽ. എപ്സ്റ്റീനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചുള്ള സമിതിയുടെ ചോദ്യങ്ങൾക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഗേറ്റ്സ് ഇവയെല്ലാം വ്യക്തമാക്കിയത്. തന്നെ സ്വാധീനിക്കാനും സമ്മർദ്ദത്തിലാക്കാനും എപ്സ്റ്റീൻ പല രീതിയിലും ശ്രമിച്ചുവെന്നും അതിനായി തന്റെ ദാമ്പത്യ പ്രശ്നങ്ങളും സ്വകാര്യ വിവരങ്ങളും ഉപയോഗിക്കാൻ നോക്കിയെന്നുമായിരുന്നു ഗേറ്റ്സ് അറിയിച്ചത്. എന്നാൽ ഈ നീക്കങ്ങൾക്കൊന്നും താൻ വഴങ്ങിക്കൊടുത്തില്ല എന്നും വാദിക്കുന്നുണ്ട് ബിൽ ഗേറ്റ്സ്. അന്നൊന്നും എപ്സ്റ്റീന്റെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ബിൽ ഗേറ്റ്സിന്റെ വാദം. മാത്രമല്ല, എപ്സ്റ്റീനെ കാണാനിടയായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണെന്ന കുറ്റസമ്മതവും ബിൽ ഗേറ്റ്സ് നടത്തിയിട്ടുണ്ട്. അതേസമയം എപ്സ്റ്റീനുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ഇല്ലായിരുന്നുവെന്നും ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ട് ശേഖരണത്തെക്കുറിച്ചും മാത്രമാണ് എപ്സ്റ്റീനുമായി സംസാരിച്ചിരുന്നത് എന്നാണ് ഗേറ്റ്സ് കമ്മിറ്റിക്ക് മുന്നിൽ വാദിച്ചത്. 2011 ഇരുവരും തമ്മിൽ ബന്ധമാരംഭിക്കുന്നത്. ആഗോള ആരോഗ്യ മേഖലയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എപ്സ്റ്റീൻ വഴി സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എപ്സ്റ്റീനുമായി ചർച്ചകൾ നടത്തിയത് എന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. പിന്നീട് 2014 ഇരുവരും തമ്മിലുള്ള ബന്ധം അവസാനിച്ചെന്നും അദ്ദേഹം കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ താൻ ഒരിക്കലും എപ്സ്റ്റീന്റെ കുപ്രസിദ്ധമായ സ്വകാര്യ ദ്വീപുകളിലോ അദ്ദേഹത്തിന്റെ ഫ്ലോറിഡയിലെ വീടുകളിലോ പോയിട്ടില്ല എന്നാണ് ഗേറ്റ്സിന്റെ പക്ഷം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് എപ്സ്റ്റീനെതിരെ കേസെടുത്തത് 2008 ബിൽ ഗേറ്റ്സിന്റെ മൊഴിയനുസരിച്ച് അതിന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് എപ്സ്റ്റീനെ പരിചയപ്പെടുന്നത്. അങ്ങനെയിരിക്കെ എപ്സ്റ്റീന്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന ഗേറ്റ്സിന്റെ വാദം നിലനിൽക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 2008 കേസിൽ നിന്ന് എപ്സ്റ്റീൻ അന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുമായി ഉണ്ടാക്കിയ വിവാദപരമായ വിചാരണേതര കരാറിനെ തുടർന്നായിരുന്നു. 13 മാസം മാത്രമായിരുന്നു അന്ന് എപ്സ്റ്റീന് ജയിലിൽ കഴിയേണ്ടി വന്നത്. ബാക്കി പരോളായിരുന്നു. അതായത് എല്ലാ ദിവസവും 12 മണിക്കൂർ മാത്രം ജയിലിൽ. ബാക്കി സമയത്ത് എപ്സ്റ്റീന് ഓഫീസിൽ കഴിയാം എന്നതായിരുന്നു കരാർ. പിന്നീട് 2015 ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വിർജീനിയ എന്ന യുവതി എപ്സ്റ്റീനെതിരെ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. 2018 മയാമി ഹെറാൾഡ് പത്രം പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ടും കാര്യങ്ങളുടെ ഗൗരവം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, റീറ്റെയിൽ വ്യവസായ പ്രമുഖൻ ലെസ്ലി വെക്സ്നർ എന്നിവരെയും സമിതി ചോദ്യം ചെയ്തിരുന്നു. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസുകൾ അമേരിക്കൻ നീതിന്യായ വകുപ്പ് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ് നിലവിൽ അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റി പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്താകും ഇതിന്റെ അവസാനമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.